സഹതാപം, അതായത് സഹതാപം എന്ന വാക്കിനർത്ഥം മറ്റൊരാൾ അനുഭവിക്കുന്ന പ്രയാസത്തിന്റെ, കഷ്ടതയുടെ താപം, അതായത് ചൂട്, അതേ അളവിൽ തന്നെ എനിക്കും അനുഭവിക്കാൻ സാധിക്കുന്നു എന്നതാണ്. ഇതെങ്ങനെ സാധിക്കും? മറ്റേയാൾ നിൽക്കുന്ന അതേ സ്ഥലത്തും സമയത്തും അവസ്ഥയിലും നാം നമ്മെത്തന്നെ നിർത്തിയാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ഇതിനെയാണ് മറ്റൊരാളുടെ ഷൂസിൽ നിന്നുകൊണ്ട് നോക്കുക എന്ന് പറയുന്നത്. ആശയവിനിമയത്തിലെ ഏറ്റവും മികച്ച സ്കില്ലാണിത്. സഹതാപം എന്നതിന് തത്തുല്യമായ എംപതി എന്ന ഇംഗ്ലീഷ് പദത്തിനർത്ഥം മറ്റൊരുവന്റെ വ്യക്തിത്വവുമായി താദാത്മ്യം നേടാനുള്ള കഴിവ് എന്നാണ്. വിശന്ന് കത്തുന്ന വയറുമായി ഒരാൾ നമ്മെ നോക്കി കൈനീട്ടുമ്പോൾ അയാൾ അനുഭവിക്കുന്ന വിശപ്പിന്റെയും പ്രയാസത്തിന്റെയും താപം എനിക്കും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അയാളോട് സഹതാപം തോന്നുകയുള്ളൂ. സ്വർഗത്തിലെ തന്റെ മഹത്വം ഉപേക്ഷിച്ച് നമുക്ക് തുല്യമായ ഒരു മനുഷ്യന്റെ ജഡശരീരത്തിലേക്ക് വന്നതുകൊണ്ടാണ് ദൈവപുത്രനായ കർത്താവായ യാശുവ മിശിഹായ്ക്ക് മനുഷ്യരായ നമ്മോട് സഹതാപം കാണിക്കാൻ കഴിയുന്നത്. എബ്രായർ 4:15. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നാം ഏതൊക്കെ വിഷയങ്ങളിൽ മറ്റുള്ളവരോട് സഹതാപം കാണിക്കണം? സഹജീവികളുടെ അജ്ഞതയിൽ, അവരുടെ ബലഹീനതകളിൽ, അവരുടെ ദാരിദ്ര്യത്തിൽ, അവരുടെ രൂപഭംഗിയില്ലായ്മയിൽ, തൊഴിലിലെ അസമത്വത്തിൽ, സംസാരത്തിലെ കുറവുകളിൽ, ഇങ്ങനെ പലതുണ്ട്. പഴയ നിയമകാലത്ത് പുരോഹിത ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അത്യാവശ്യം വേണ്ടതായ ഒരു വലിയ ഗുണമായിരുന്നു സഹതാപം. എബ്രായർ 5:1-3. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏതു മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്കു വേണ്ടി നിയമിക്കപ്പെടുന്നു. താനും ബലഹീനത പൂണ്ടവനാകയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും, ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്കുവേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവനുമാകുന്നു. പാത്രം കഴുകലും തുണിയലക്കലും കുട്ടികളുടെ കാര്യം നോക്കലും അടുക്കളയിലെ പണികളുമൊക്കെയായി കഠിന ജോലിയുടെ താപത്തിൽ ഒരു വീട്ടമ്മ പാഞ്ഞു നടക്കുമ്പോൾ എന്റെ സഹായം എന്തെങ്കിലും വേണമോ എന്ന് ചോദിച്ച് ഒരു മാനസിക പിന്തുണ പോലും കൊടുക്കാതെ, ഇതൊന്നും എന്റെ ജോലിയല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ചാരുകസേരയിൽ ഒരു പത്രവുമായി ചാരിക്കിടന്ന് ഒരു ചായ എന്ന് വിളിച്ചു പറയുന്നയാൾ ആ സഹോദരിയോട് സഹതാപം ഒട്ടുമില്ലാത്തയാളാണ് എന്നു പറയേണ്ടിവരും. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്നറിയുമോ? ഭൂമിക്കടിയിലെ തിളച്ചുമറിയുന്ന ലാവ ഭൂമിയുടെ പുറംപാളിയിലെ കനം കുറഞ്ഞ ഭാഗങ്ങളിലൂടെ പുറത്തേക്ക് വരുവാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഭാഗത്ത് താങ്ങാനാവാത്ത താപം ഉണ്ടായിക്കഴിയുമ്പോൾ ആ ഭാഗത്തിലൂടെ ലാവ അതിശക്തമായി പുറത്തേക്ക് കുതിച്ചു ചാടുന്നു. ഭീകരമായ നാശനഷ്ടങ്ങളുണ്ടാകുന്നു. എന്നാൽ കൂടുതലായി ഉണ്ടായ താപം ഉടനെ അതിനടുത്തുള്ള ഭാഗത്തേക്ക് മാറ്റപ്പെട്ടിരുന്നുവെങ്കിൽ ഇങ്ങനൊരു അത്യാഹിതം സംഭവിക്കില്ലായിരുന്നു. സഹതാപത്തിന് എംപതി എന്നതുകൂടാതെ കമ്പാഷൻ എന്നൊരു വാക്കുകൂടി ഇംഗ്ലീഷിലുണ്ട്. പാഷൻ എന്നതിന് ടു സഫർ, അതായത് ശക്തിമത്തായ വികാരം സഹിക്കുക എന്നാണർത്ഥം. അതോടൊപ്പം കോം എന്നുകൂടി ചേർത്തുണ്ടാക്കിയിരിക്കുന്ന കോംപാഷൻ എന്ന വാക്കിന് ഷെയർഡ് സഫറിംഗ്, അതായത് പങ്കുവയ്ക്കപ്പെട്ട തീവ്രവികാരം, അതായത് സഹതാപം എന്നർത്ഥം വരുന്നു. ക്രിസ്തു ഗെത്സമനെ തോട്ടത്തിൽ കഠിന മാനസിക വ്യഥയിലൂടെ കടന്നുപോകുമ്പോൾ തന്നോടൊപ്പം ഉണർന്നിരിക്കാൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നത് ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ്. മത്തായി 26:38. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടൊപ്പം ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. സകല മനുഷ്യർക്കും അവരുടെ ചെറുതോ വലുതോ ആയ പ്രതിസന്ധിഘട്ടങ്ങളിൽ ഇതുപോലൊരു കൈത്താങ്ങൽ ആവശ്യമാണെന്നും അർഹതപ്പെട്ടവർക്ക് തീർച്ചയായും നാം അത് കൊടുക്കണം എന്നു തന്നെയാണ് ഇതിലെ പാഠം. അതുകൊണ്ട് നമുക്കും സഹജീവികളോട് കരുണയുള്ളവരാകാം. മറ്റുള്ളവരുടെ ഷൂസിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണുവാൻ ശ്രമിക്കാം. സഹജീവികളോട് സഹതാപമുള്ളവരാകാം. ദൈവം അനുഗ്രഹിക്കട്ടെ.